ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്ത ഒന്നാമത്തെ ബാച്ചിലെ വീഡിയോസാണ് നിങ്ങൾ കണ്ടത്. ഇനി നമ്മൾ സെക്കൻഡ് ബാച്ചിലേക്ക് പോവാണ്. സെക്കൻഡ് ബാച്ചസ് ഓഫ് വീഡിയോസിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് തിയറി ആയിരുന്നു ഫസ്റ്റ് ബാച്ചിൽ, കുറച്ചധികം തിയറീസ് ആയിരുന്നു ഫസ്റ്റ് ബാച്ചിൽ കണ്ടതെങ്കിൽ സെക്കൻഡ് ബാച്ചിൽ നമുക്ക് തിയറിയും കാണണം, കുറച്ച് പ്രാക്ടിക്കലും ഒക്കെ ആയിട്ടാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു പ്രോജക്റ്റ് ഫോൾഡർ അല്ലെങ്കിൽ Next.jsന്റെ ഒരു സെറ്റപ്പിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ റിയാക്റ്റ് ഒക്കെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ Next.jsനെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു സെക്കൻഡ് ബാച്ചിൽ നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നത്? നമുക്ക് കുറച്ച് തിയറി ഉണ്ട്, പ്ലസ് നമുക്ക് എന്തുണ്ടാവും, പ്രാക്ടിക്കലും ഉണ്ടാവണം. ഓക്കെ. അപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ നോക്കുകയാണെങ്കിൽ ഞാൻ പ്രാക്ടിക്കൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ VS കോഡ് എഡിറ്ററിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ VS കോഡ് എഡിറ്റർ ഓപ്പൺ ചെയ്യുക. അതിലേക്ക് നമ്മുടെ ആ ഒരു പ്രാക്ടിക്കൽ എന്ന് പറയുന്ന ഫോൾഡറിനെ കൊണ്ടുവരിക, അല്ലേ? അതിനുശേഷം നമ്മുടെ ടെർമിനൽ നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ടെർമിനൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫോൾഡർ ഇവിടെ ബ്ലാങ്ക് ആണെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അവരുടെ സൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ Next.jsന്റെ സൈറ്റിൽ പോവുകയാണെങ്കിൽ ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ താഴേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേണ്ട NPX, ഞാൻ കുറച്ച് സൂം ചെയ്യാം. ഇതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കമാൻഡ്. ഞാനത് ഇവിടുന്ന് കോപ്പി ചെയ്തു. അതിനുശേഷം ഇവിടെ വന്നിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പേസ്റ്റ് ചെയ്യുമ്പം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. സോ അവരിവിടെ തന്നെ പറയുന്നുണ്ട്, അവരുടെ സൈറ്റിനകത്ത് പറയുന്നുണ്ട്, ഓൺ ഇൻസ്റ്റാളേഷൻ യു വിൽ സീ ദ ഫോളോയിങ് പ്രോംപ്റ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ അതിന് മുമ്പായിട്ട് ഇവർ ചോദിക്കുന്നുണ്ട് ക്രിയേറ്റ് നെക്സ്റ്റ് ആപ്പ് വിത്ത് 13.4.2. ഓക്കെ, നമുക്കിവിടെ ഇതിപ്പോൾ സ്റ്റേബിൾ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കിവിടെ എസ് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം അവർ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് കുറച്ച് പ്രോംപ്റ്റ് അവരിവിടെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് യുവർ, നമുക്കിത് കുറച്ച് വലുതാക്കാം. വാട്ട് ഈസ് യുവർ പ്രൊജക്റ്റ് നെയിം? ഓക്കെ, അപ്പോൾ ഞാൻ പറയാണ് Next.js ലേണിംഗ് എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, Next.js ലേണിംഗ്. ഓക്കെ, വുഡ് യു ലൈക്ക് ടു യൂസ് ടൈപ്പ് സ്ക്രിപ്റ്റ്? സോ നമ്മൾ ടൈപ്പ് സ്ക്രിപ്റ്റ് ഇപ്പം യൂസ് ചെയ്യുന്നില്ല. ഞാൻ ഈ സീരീസ് കഴിഞ്ഞിട്ട് ടൈപ്പ് സ്ക്രിപ്റ്റിൻ്റെ ഒരു സീരീസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കോംബോ നോക്കാം. പക്ഷേ ടൈപ്പ് സ്ക്രിപ്റ്റ്, ടെയിൽവിൻഡ്, പിന്നെ Next.js, ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഫേവറേറ്റ് കോംബോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോ കൊടുക്കാം. അതിനുശേഷം വുഡ് യു ലൈക്ക് ടു യൂസ് ESLint വിത്ത് പ്രോജക്റ്റ്? ഇപ്പോൾ ഞാനിപ്പോൾ അത് തൽക്കാലം കൊടുക്കുന്നില്ല. ESLint നമുക്ക് തൽക്കാലം വേണ്ട. ടെയിൽവിൻഡ് ഞാൻ എസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത് ചോദിക്കുന്നത് വുഡ് യു ലൈക്ക് ടു യൂസ് സോഴ്സ് ഡയറക്ടറി എന്നുള്ളതാണ്. നമുക്ക് വേണ്ട, സോഴ്സ് ഡയറക്ടറി വേണ്ട, പകരം നമ്മൾ ആപ്പ് ഡയറക്ടറി വെച്ചിട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ നിങ്ങളിപ്പം എസ് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു സോഴ്സ് ഡയറക്ടറി വരുന്നതായിരിക്കും. ഓക്കെ, നമുക്കിപ്പം സോഴ്സ് ഡയറക്ടറി വേണ്ട, നമുക്കിപ്പം ആപ്പ് ഡയറക്ടറി മതി. ഓക്കെ, അപ്പം ഞാനിവിടെ നോ കൊടുത്തു. യൂസ് ആപ്പ് റൗട്ടർ, അടുത്തത് വരുന്നത് യൂസ് ആപ്പ് റൗട്ടർ ആണ്. ഓക്കെ, ഞാൻ അതും എസ് കൊടുത്തു. വുഡ് യു ലൈക്ക് ടു കസ്റ്റമൈസ് ദ ഡിഫോൾട്ട് ഇമ്പോർട്ട് ഏലിയാസ്? അത് നിങ്ങളുടെ ചോയ്സാണ്. അപ്പം നമുക്ക് എസ് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇമ്പോർട്ട് ആലിയാസ് വുഡ് യു ലൈക്ക് കോൺഫിഗേർഡ് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഇൻസ്റ്റാളിങ് ഡിപ്പെൻഡൻസീസ്. ഓക്കെ, അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യട്ടെ.
ഇനിയിപ്പോൾ നമ്മുടെ ഫോൾഡർ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ കണ്ടില്ലേ, നെക്സ്റ്റ് ജെ എസ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് അവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പം പ്രാക്ടിക്കൽസ് എന്ന് പറയുന്ന ഫോൾഡറിനകത്തായിരിക്കും നമ്മൾ നിൽക്കുന്നത്. സോ നമ്മൾ ഈ ഒരു നെക്സ്റ്റ് ജെ എസ് ലേണിംഗ് എന്ന് പറയുന്ന ആപ്പിലേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഞാനിപ്പം നമ്മുടെ നെക്സ്റ്റ് ജെ എസ് ലേണിങ്ങിലേക്ക് ഞാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇപ്പം നെക്സ്റ്റ് ജെ എസ് ലേണിങ്ങിലേക്കാണ്. സോ ഇനി അവരുടെ സൈറ്റിൽ എന്താണ് പറയുന്നത് നോക്കട്ടെ. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ തുടക്കത്തിൽ എങ്ങനെയാണോ പഠിക്കുന്നത്, ഞാനിപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ നമ്മൾ കാണിക്കാനായിട്ടല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകുന്നതെന്ന് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്കിപ്പോൾ മാനുവലി ഇൻസ്റ്റാൾ ചെയ്യണം, ഇങ്ങനെയുള്ള ഈ ഒരു പ്രോംപ്റ്റ് ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിത് എടുത്തിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പം ആ ഒരു ചോദ്യമൊന്നും വരത്തില്ല. ഓക്കെ, സോ ഇനി അവർ പറയുന്നത് എങ്ങനെയാണ് പ്രോജക്റ്റ് റൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നെക്സ്റ്റ് ജെ എസ് ലേണിങ്ങിനകത്താണ്. അപ്പോൾ നമുക്ക് നോഡ് മൊഡ്യൂൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കമാൻഡ് നമ്മൾ എവിടെയാണ് കാണുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഉണ്ടോ പാക്കേജ് ഡോട്ട് ജെ എസിനകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരിക്കും ഏത് പ്രോജക്റ്റ് കിട്ടിയാലും, ഇപ്പോൾ NPM വെച്ചിട്ട് സെറ്റപ്പ് ചെയ്ത ഏത് പ്രോജക്റ്റ് കിട്ടിയാലും നിങ്ങൾ പാക്കേജ് ഡോട്ട് ജെ എസ് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം ഈ സ്ക്രിപ്റ്റിലേക്ക് പോവുക. അപ്പോൾ ഇവിടെ NPM റൺ ഡെവ് ആണെങ്കിൽ നമുക്ക് ഈ നെക്സ്റ്റ് ഡെവ് എന്ന് പറയുന്ന കമാൻഡ് ആയിരിക്കും റൺ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രോജക്റ്റിനെ ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ NPM റൺ ബിൽഡ് ആയിരിക്കും, NPM റൺ സ്റ്റാർട്ട് ആയിരിക്കും, NPM റൺ ലിൻഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ NPM റൺ ഡെവ് കൊടുത്തു. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഓൾറെഡി വേറെ ഏതോ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു 3000 പോർട്ട് ഇവിടെ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. പോർട്ട് 3000 ഈസ് ഓൾറെഡി ഇൻ യൂസ്. ഓക്കെ, ട്രൈ യൂസിങ് 3001. ഓക്കെ, അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഞാൻ കോപ്പി ചെയ്തു, ശേഷം ഇവിടെ കൊണ്ടിട്ടു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്രോജക്റ്റ് നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്. അതിനുശേഷം ഇങ്ങനെയാണ് നമ്മൾ പ്രോജക്റ്റിനെ നമ്മൾ റൺ ചെയ്യുന്നത്.